എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറന്നോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്നും നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ മനസ്സിലെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സണ് ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ആ പേഴ്സൺ ഒരുപാട് വിഷമമുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമമുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഒരുപാട് വിഷമം വരാറുണ്ട്. പക്ഷേ ആ വിഷമം കാരണം, ആ വിഷമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളെ മറക്കാനുള്ളൊരു കാരണമായിട്ട് ആ പേഴ്സൺ കരുതുന്നില്ല. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ചിന്തിക്കുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ആ പേഴ്സണ് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ആ പേഴ്സണ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ്. മേ ബി ആ പേഴ്സൺ ഇനി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതായത് നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടില്ല. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ മറക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എനിക്ക് മുൻപുള്ള റീഡിങ്ങിലും ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ടാണ്. അതുപോലെ തന്നെ ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ആ പേഴ്സൺ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ആ പേഴ്സൺ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുക എന്നുള്ളതല്ല, ആ പേഴ്സൺ സ്നേഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയെയാണ്. ആ പേഴ്സൻ്റെ ഫാമിലിയെയാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ പേഴ്സൺ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ആ പേഴ്സൺ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെയാണ്. അതായത് നിങ്ങളെ അത്രത്തോളം ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളോടിത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നുകൂടി അത് നിങ്ങളോട് പറയണം, വീണ്ടും വീണ്ടും ഇത് നിങ്ങളോട് പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. എങ്കിൽ കൂടി ആ പേഴ്സണ് ഇത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ പരിചയപ്പെട്ടത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെട്ടത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളൊരു നല്ല ഫ്രണ്ടിനെ ആ പേഴ്സണ് കിട്ടിയത് തന്നെ ആ പേഴ്സൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി, അത് ആ പേഴ്സണ് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആ പേഴ്സണോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ സംസാരിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ആ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും നിങ്ങളുടെ മുഖത്തുള്ള ഒരു സന്തോഷം, ആ ഒരു സന്തോഷം
അത് കാണാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതും ആ സംസാരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അതും കാണാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പിണക്കമെല്ലാം മാറണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ആ പേഴ്സണെ മറക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ എന്തായാലും നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ നിങ്ങൾക്കും ആ പേഴ്സണെ മറക്കാതിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണെ മറക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ പേഴ്സൻ്റെ ആഗ്രഹമാണ്. പക്ഷെ നിങ്ങൾ മറന്നോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ നിങ്ങൾ ആ പേഴ്സണെ മറക്കരുതെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മേ ബി ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരുപാട് എനർജിയൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിന്ന് നോക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറന്നോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നു പോലുമില്ല എന്നാണ് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുള്ള കാരണം, എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ കഴിയാത്തത്, അതിനുള്ള കാരണവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും ഞാൻ പറഞ്ഞു. അതായത് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.